മോനെ പ്രതാപ, ചേച്ചിക്ക് സന്തോഷമായി. സിബി, ഈ പടക്കം പൊട്ടിക്കലിന്റെ ആവശ്യമൊന്നുമില്ല. ദിവ്യയും കുഞ്ഞുമൊക്കെ ഉള്ളല്ലേ. പ്രതാപ, നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കെ ഞാനിപ്പോ വരാം. ക്ലബിലെ എന്റെ എല്ലാ ഫ്രണ്ട്സിനോടും എനിക്കൊന്ന് വിളിച്ച് സംസാരിക്കണം. കനകലതേ, ഇരിക്കൂ കേട്ടോ, ഞാനിപ്പോ വരാം. ശരി. CM ആണല്ലോ. താനോട് സംസാരിക്കണോ? ഹലോ. ചന്ദ്രേട്ടാ, നമസ്കാരം. CUI-യുടെ ശക്തനായ നേതാവ് പ്രതാപവർമ്മയ്ക്ക് അഭിനന്ദനങ്ങൾ. ചന്ദ്രേട്ടാ, എന്തിനാ നമ്മുടെ ഇടയിൽ ഇങ്ങനെ ഭംഗി വാക്കുകളും പ്രശംസയൊക്കെ? അത് വേണമല്ലോ വർമ്മേ. അർഹതയുള്ളവർക്ക് അവർ അർഹിക്കുന്ന അംഗീകാരം കൊടുത്തേ മതിയാകൂ. അതാണതിന്റെ രീതിയെന്ന് തനിക്കറിയാമല്ലോ. അറിയാം ചന്ദ്രേട്ടാ. ചന്ദ്രേട്ടൻ ഇത്രയും വലിയ വാക്കുകൾ പറയുമ്പോ അതിന്റെ പിന്നിലെന്തോ വലിയ കാരണമുണ്ടെന്നാ എനിക്ക് തോന്നുന്നത്. അതെ, അത് സത്യമാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തോടെ വിജയിച്ച കാൻഡിഡേറ്റ് താനാണ്. ജനങ്ങൾക്കിടയിൽ തനിക്കുള്ള ആ സ്വീകാര്യതയ്ക്ക് തക്കതായ ഒരു സ്ഥാനം തന്നെ തനിക്ക് നിയമസഭയിൽ ലഭിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. പാർട്ടി സെക്രട്ടറിയോട് ഞാൻ സംസാരിച്ചു. ചന്ദ്രേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നത്? മുഖ്യമന്ത്രി സ്ഥാനം. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രിയായി തന്നെ നിയമിക്കാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഏയ്, അതെങ്ങനെ ശരിയാവും ചന്ദ്രേട്ടാ? ചന്ദ്രേട്ടനെ പോലെ ഒരു മുതിർന്ന നേതാവുള്ളപ്പോ ഞാൻ എങ്ങനെ CM ആവുന്നേ? ഏയ്, അത് ശരിയാവില്ല. പ്രായത്തിലോ പ്രവൃത്തി പരിചയത്തിലോ അല്ല കാമ്പുള്ളത്. ജനങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും നടപ്പിലാക്കുകയാണ് നമ്മൾ ചെയ്യുന്നതെന്നാണ് എന്റെ വിശ്വാസം. ജനങ്ങൾക്കിപ്പോ തന്നെയാണ് ആവശ്യം. അവർക്ക് വേണ്ടി താനാവണം അടുത്ത CM. ജനങ്ങൾക്ക് വേണ്ടി, ജനനന്മയ്ക്ക് വേണ്ടി. എന്നെ മുഖ്യമന്ത്രി സ്ഥാനം ഏൽപ്പിച്ചിട്ട് ഏത് വകുപ്പ് കൈകാര്യം ചെയ്യാനാ ചന്ദ്രേട്ടൻ തീരുമാനിച്ചിരിക്കുന്നത്? കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി, ഞങ്ങളുടെയൊക്കെ തലവനായി ഒരു മികച്ച ഭരണം കേരള ജനതയ്ക്ക് നൽകിയ ചന്ദ്രേട്ടൻ തന്നെ ആയിരിക്കണം കേരളത്തിന്റെ അടുത്ത CM. ചന്ദ്രേട്ടൻ കൈകാര്യം ചെയ്യായിരുന്ന ആരോഗ്യവകുപ്പ് ഞാൻ ഏറ്റെടുത്തോളാം. എടോ വർമ്മ, അത് ഞാൻ പറഞ്ഞല്ലോ, ഇതെന്റെ അവസാനത്തെ തീരുമാനമാണ്. ഒരു വീട്ടില് മുതിർന്നവരുള്ളപ്പോ അവർക്ക് മുന്നിൽ കാലിന് മുകളിൽ കാലെടുത്ത് വെച്ച് ഇരിക്കരുതെന്നാണ് എന്റെ അച്ഛനമ്മമാർ എന്നെ പഠിപ്പിച്ചിട്ടുള്ളത്. തന്നോട് ഞാൻ ഇനി എന്തു പറയാനാ? ഞാൻ വീട്ടിലേക്ക് വന്ന് ചേട്ടനെ നേരിട്ട് കണ്ടോളാം. ഇന്ന് തന്നെ വരാം. ശരി, ഓക്കെ. ശരിയേട്ടാ. എന്നാലും പ്രതാപ, ഈ CM പദവിയൊക്കെ വേണ്ടാന്ന് വെക്കുകയെന്ന് പറഞ്ഞാൽ നമുക്കിനിയും സമയമുണ്ടല്ലോ സാഗരാജ. റോഹ, ഞാൻ പറഞ്ഞില്ലേ, ഇതാണ് വർമ്മയുടെ ഗ്രേറ്റ്നസ്. ഏയ്, അതെനിക്ക് മനസ്സിലായച്ച. സാറിന്റെ സത്യസന്ധതയും നല്ല മനസ്സും കൊണ്ടാ സാറിന് ജനങ്ങളുടെ ഇടയില് നല്ല സ്വീകാര്യത ഉണ്ടായതും. സാറ് ഇക്കാലം അത്രയും അവരുടെ പ്രിയ നേതാവായി മാറിയതും. കഴിക്കാം. പുറത്ത് ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞോ? നീയാണോ ആഘോഷങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്തത്? അതെ സർ, സാർ ജയിക്കുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. അതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ എല്ലാം അറേഞ്ച് ചെയ്തു.
നമ്മുടെ വിജയാഘോഷ വാഹനം കുറച്ചു കഴിയുമ്പോ പുറത്തു വരും. സാറിന് വരണം. അതിനെന്താ? ആ പിന്നെ ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്ന ഒരാഘോഷവും വേണ്ട. ഏയ് ഇല്ല സർ, ഞാൻ അണികളോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. സാഗരാജന് അറിയാലോ, രാജു എന്റെ പി എ. അതിലുപരി എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളാ. രാജുന് എനിക്കറിയാം. പ്രതാപേട്ട, ഒരു പ്രത്യേക കാര്യം കൂടി പറയാനാ ഞങ്ങൾ വന്നത്. ദൈവമേ, വിവാഹകാരിയാണോ? മോൾക്കെന്തോ ഒരു ബുദ്ധിമുട്ട്, ഒരു ടെൻഷൻ പോലെ. പെട്ടെന്ന് വിവാഹകാര്യം പറയാൻ വന്നതാണെന്ന് വിചാരിച്ചു. റോഹ, നീ തന്നെ അങ്കിളിനോട് കാര്യം പറ. അങ്കിളിനെ ക്ഷണിക്ക്. അങ്കിൾ, എന്റെ ബർത്ത്ഡേ നാളെയാണ്. ഓ, അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. താങ്ക് യു അങ്കിൾ. റോഹൻ സർ, അഡ്വാൻസ് ബർത്ത്ഡേ വിഷസ്. ആ ഹൃതികെ, റോഹന വിഷേ. രോഹൻ, ബർത്ത്ഡേ വിഷസ് ഇൻ അഡ്വാൻസ്. താങ്ക് യു. എന്റെ പിറന്നാള് ഇക്കഴിഞ്ഞ 3 വർഷമായിട്ട് അങ്ങനെ ആഘോഷിക്കില്ലായിരുന്നു. ഫ്രണ്ട്സൊക്കെ ചേരുമ്പോ അവർ ചോദിക്കുമ്പോൾ ഒരു പാർട്ടി കൊടുക്കും, അത്രേ ഉണ്ടായിരുന്നുള്ളൂ. അതെ,